അന്താരാഷ്ട്ര നാണ്യനിധിയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് റെമിറ്റൻസ് ടാക്സ് നിർദ്ദേശവുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ നീക്കത്തിന് പാർലമെന്റിലെ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പ് തിരിച്ചടിയായിരിക്കുകയാണ്. വിനിമയ നികുതി ഏർപ്പെടുത്തുന്നത് കുവൈത്ത് ജനതയും വിദേശികളും തമ്മിലുള്ള ആത്മബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന അഭിപ്രായമാണ് നിർദ്ദേശത്തെ എതിർക്കുന്ന പാർലമെന്റ് അംഗങ്ങൾക്കുള്ളത്. വിദേശികളുടെ വർദ്ധിച്ച സാന്നിധ്യവും അത് ജനസംഖ്യാനുപാതത്തിലുണ്ടാക്കിയ അസന്തുലിതത്വവും സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് എന്നത് ശരിവെക്കുമ്പോൾ തന്നെ നിയമപരമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട വിദേശികൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നാണ് വിമത വിഭാഗത്തിന്റെ നിലപാട്. അനധികൃത മാർഗങ്ങളിലൂടെ രാജ്യത്തെത്തിയ അവിദഗ്ധ തൊഴിലാളികളെ നാടുകടത്തുന്നതിനും ഇവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടുവന്ന വിസക്കച്ചവടക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനും സർക്കാർ മുൻഗണന നൽകണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. വിദേശികൾ അവരുടെ വിയർപ്പിന്റെ കൂലി സ്വന്തം നാടുകളിലേക്ക് അയക്കുന്നതിന് നികുതി ചുമത്തുക എന്നത് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് മുഹമ്മദ് അൽ ഹായിഫ് എംപി പറഞ്ഞു. മതപരമായ കാഴ്ചപ്പാടുകൾ മാറ്റി നിർത്തിയാൽ പോലും കുടുംബത്തെയും നാട്ടുകാരെയും വിട്ട് ഉപജീവനത്തിനായി ഇവിടെയെത്തിയ വിദേശികൾക്ക് മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ആശ്വാസകരമല്ല. റെമിറ്റൻസ് ടാക്സ് നടപ്പാക്കുന്നതിലൂടെ അനധികൃത ഹവാല സംഘങ്ങൾക്ക് അവസരം തുറന്നുകൊടുക്കലാകുമെന്നും പാർലമെന്റ് അംഗം കൂട്ടിച്ചേർത്തു. ടാക്സ് വിഷയത്തിൽ എംപിമാർ രണ്ട് ചേരിയിലായതോടെ ഇത് സംബന്ധിച്ച് നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പ് വിദേശികളെ സംബന്ധിച്ച് നിർണായകമാകും. കഴിഞ്ഞ പാർലമെന്റിന്റെ കാലത്ത് 2 തവണ ടാക്സ് നിർദ്ദേശം വോട്ടിനിട്ടപ്പോഴും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് തള്ളപ്പെടുകയായിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.